കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് 10 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കാണ് ഈ സിനിമ കാണിച്ചു കൊടുത്തത്. ഇതൊരു ശരിയായ പ്രവണതയാണ്. അല്ലല്ല, അതൊരു തെറ്റായ സമീപനമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല. അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. കേരളത്തിൽ നിങ്ങൾ പറ, കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കേരള സ്റ്റോറിയിൽ കാണുന്ന സംഭവം കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ദൂരദർശനിൽ പോലും പബ്ലിഷ് ചെയ്തെന്ന് എഴുതി കൊടുത്ത ആളല്ലേ. പ്രകടനപത്രികയെ സംബന്ധിച്ച് ചർച്ചയാണല്ലോ. ഈ പ്രകടനപത്രികയിൽ ഈ പൗരത്വ നിയമവും കാശ്മീർ വിഷയം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും. അതിൻ്റെ അകത്ത് പൗരത്വ നിയമവും വരും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറയുമ്പോഴും പേജ് നമ്പർ 8 വായിക്കാൻ പറയുമ്പോഴും കേരളത്തിൽ LDF ഈ CA വിഷയമാണ് ഉയർത്തിക്കാട്ടുന്നത്, കോൺഗ്രസിന് അതിൽ നിലപാടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഒറ്റ വരി എഴുതിയ തീരാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ആകെ ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ, പൗരത്വ നിയമം. എന്താ അതിൻ്റെ ഗുണം? ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം, അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്നേഹം പൗരത്വ നിയമ വിരുദ്ധ പ്രക്ഷോഭങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പഴയ കേസൊന്നും പിൻവലിക്കാത്തത്? ഇപ്പോഴും ആ കേസൊക്കെ പെൻഡിങ് ആണല്ലോ. മുഖ്യമന്ത്രി വാക്ക് തന്നല്ലേ കേസ് പിൻവലിക്കുമെന്ന്. ഞങ്ങൾക്കെതിരെ അടക്കമുള്ള കേസുകളുണ്ടല്ലോ, ഒറ്റ കേസ് പിൻവലിച്ചില്ലല്ലോ. BJPയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമത്തിനെതിരായി നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. 100 കണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ. അന്ന് എവിടെയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത? ഒരു ആത്മാർത്ഥതയിൽ ഇത് കാപഢ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായും കേരള സർക്കാരിനെതിരായും ഉള്ള ജനരോഷം, അതിൻ്റെ അമർഷം, LDF സ്ഥാനാർത്ഥികൾ ആളുകളെ കാണാൻ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും നിന്ന്. അതൊക്കെ UDFൻ്റെ തീരുമാനമാണ്. UDFൻ്റെ 20 സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ്. പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലവരും അല്ലല്ലോ, ഇതിൻ്റെ അകത്ത് പെടുന്ന ആളല്ലേ. ആ 20 സ്ഥാനാർത്ഥികളാണ്. വേറെ പ്രത്യേക പ്രിവിലേജൊന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിട്ടുള്ള കാര്യം. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും. എല്ലാവരും വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടല്ലേ വോട്ട്, അത് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അതാണ്, അത് ക്ലിയറാണ്. അത് ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അല്ല, ഞങ്ങളൊരു ചർച്ചയും നടത്താതെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അവർ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു തർക്കത്തിലും പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ധീരമായ നിലപാടെടുത്ത UDFനെ നിങ്ങൾ അഭിനന്ദിക്കാതെ. വേറെയാണെങ്കിൽ അല്ല CPMനെ പോലെ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ആഘോഷമായിരുന്നേനെ. CPMൻ്റെ പുരോഗമന മതേതര നിലപാട് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമല്ല. എന്നിട്ട് ഇപ്പോഴും നമ്മളോട് ചോദ്യം ചോദിച്ചു നടക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനൊരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ 1/2 നൂറ്റാണ്ട് കാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത ധീരമായ നിലപാടാണ്. ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾക്ക് അത്തരം സംഘടനകളുടെ പിന്തുണ വേണ്ടെന്നാണ്. അടിസ്ഥാനരഹിതമാണ്.
തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂരെ തൂകില്ല. ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത്. അത് CPM-കാരാണ്. അവർ എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഇതേപോലത്തെ പരിപാടിയാണ്. ഒന്നിൽ ബോംബുണ്ടാക്കും, ബോംബുണ്ടാക്കാൻ പറ്റാത്തടത്ത് കൂകും. ഇത് സ്ഥിരം പരിപാടിയാണ്. അല്ലല്ല, പിന്നെ ഒന്നുമല്ല, നമുക്ക് CPM-കാരല്ല, അവർക്കല്ലേ പ്രധാന പരിപാടി. അവരല്ലേ BJP-യുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ LDF-ൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത്? ഉണ്ടോ? LDF കൺവീനർ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയല്ല, മിടുക്കൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത്. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുമോ? അതല്ലല്ലോ. പിണറായി വിജയൻ അറിയാതെ EP ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. നിങ്ങൾ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ, ഒറ്റ ആളൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ പത്രസമ്മേളനം നടത്തിയപ്പോൾ. നിങ്ങൾ ഞങ്ങളോടൊക്കെയല്ലേ ചോദിക്കുള്ളൂ, ചോദിക്കണ്ടേ? അതായത് EP ജയരാജൻ കേരളത്തിലെ 4 BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് LDF കൺവീനർ. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ നിങ്ങൾ ആരും ധൈര്യം കാട്ടിയില്ലല്ലോ. എന്നിട്ട് പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലേ, ശശി തരൂർ കൂകില്ലെന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കുകയാണ്.